ഹലോ ഫ്രണ്ട്സ്. 2022 സിവിൽ സർവീസ് പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള ഫോക്കസ് ഏരിയ ക്ലാസ്സസ് ആണ് നമ്മൾ ഈ ചാനലിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇത് ആ ഫോക്കസ് ഏരിയ ക്ലാസ്സസിന്റെ ഭാഗമായിട്ട് എൻവയോൺമെന്റിലെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കിനെ സംബന്ധിച്ചുള്ള വീഡിയോ ആണ്. എൻവയോൺമെന്റ് ആൻഡ് ഇക്കോളജി വളരെ പൊട്ടൻഷ്യൽ ഹൈ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് നമ്മുടെ പ്രിലിംസിനെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിന്റെ പ്രിലിംസും സിവിൽ സർവീസിന്റെ പ്രിലിംസും ഒരുമിച്ചാണ് വരാറ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫോറസ്റ്റ് സർവീസിലേക്ക് നോക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി അവരുടെ അഭിരുചി അളക്കാൻ വേണ്ടി കുറച്ചധികം വൈൽഡ് ലൈഫ് റിലേറ്റഡ് ആയ ചോദ്യങ്ങൾ, അതേപോലെ എൻവയോൺമെന്റ് ആൻഡ് ഇക്കോളജിയായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എൻവയോൺമെന്റ് ഇക്കോളജി എന്ന ടോപ്പിക്കിൽ എല്ലാ വർഷവും ഒരു സെർട്ടൈൻ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ എൻവയോൺമെന്റ് ആൻഡ് ഇക്കോളജിയിൽ ചില ടോപ്പിക്കുകൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാം. ഫാക്റ്റുകൾ റിപ്പീറ്റ് ചെയ്യുന്നതല്ല, ചില ടൈപ്പ് ഓഫ് ചോദ്യങ്ങൾ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് കാണാറുണ്ട്. അതിൽ ഒന്നാണ് ചില സ്പീഷീസുകളെ പറ്റിയുള്ള ചോദ്യങ്ങൾ. ഒട്ടുമിക്ക ക്വസ്റ്റ്യൻ പേപ്പറുകളിലും സ്പീഷീസുകൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഉദാഹരണത്തിന് സോൾട്ട് വാട്ടർ ക്രൊക്കഡൈൽ, ഘാരിയൽ ക്രൊക്കഡൈൽ, അതേപോലെ ഒലിവ് റെഡ് ടർട്ടിൽ, കാസിരംഗയിലുള്ള വൺ ഹോൺ റൈനോസറസ്, ഇങ്ങനെയുള്ള സ്പീഷീസുകൾ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതായി നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഈ സ്പീഷീസുകളെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ മറ്റ് സ്പീഷീസുകളല്ല, അഥവാ ഒരു പക്ഷേ ഓപ്ഷൻ എലിമിനേഷൻ നിങ്ങൾ യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മളുടെ എൻവയോൺമെന്റൽ ആക്ടുകൾ, ലെജിസ്ലേഷൻസ്, ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട്, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് തുടങ്ങിയ ആക്ടുകളായിട്ട് ബന്ധപ്പെട്ടുണ്ടായ കാര്യങ്ങളും എപ്പോഴും വരുന്നതാണ്. ആക്ടുകളായിട്ട് ബന്ധപ്പെട്ടുണ്ടായ പുതിയ കൺസെപ്റ്റുകൾ, ആക്ടുകളായി ബന്ധപ്പെട്ടുണ്ടായ പുതിയ ബോഡീസ്, ഇതൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അതേപോലെ തന്നെ മറ്റൊരു ഫോക്കസ് ഏരിയയാണ് ചില പ്രൊട്ടക്റ്റഡ് ഏരിയകൾ, ചില നാഷണൽ പാർക്കുകൾ, ചില വൈൽഡ് ലൈഫ് സാങ്ച്വറികൾ തുടങ്ങിയവ. സോ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് എൻവയോൺമെന്റ് ഇക്കോളജിയിൽ നിന്ന് വന്നിരിക്കുന്ന ചോദ്യങ്ങളെ പിക്ക് ചെയ്തെടുത്ത് അതിൽ കഴിഞ്ഞൊരു 10 വർഷമായിട്ട് കൂടുതലായിട്ട് ചോദ്യങ്ങൾ ചോദിച്ച ആക്ടുകൾ ആണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. എൻവയോൺമെന്റ് ഇക്കോളജി ലെജിസ്ലേഷൻസ് എന്നതിൽ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് ഏറ്റവും കൂടുതൽ തവണ ചോദ്യങ്ങൾ ചോദിച്ച ആക്ടുകളായിട്ട് ബന്ധപ്പെട്ടുള്ള അനുബന്ധമായിട്ടുള്ള കൺസെപ്റ്റുകളും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ആക്ടിലേക്ക് കടക്കാം. ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട്. ഇതിന്റെ ബേസിക് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു കൺസോളിഡേറ്റ് ലോസ് റിലേറ്റിംഗ് ടു ഫോറസ്റ്റ്, ദ ട്രാൻസിസ്റ്റ് ഓഫ് ഫോറസ്റ്റ് പ്രൊഡ്യൂസ് ആൻഡ് ഡ്യൂട്ടി ദാറ്റ് ക്യാൻ ബി ലെവിഡ് ഓൺ ടിമ്പർ ആൻഡ് other forest produce, defines the procedure to be followed for declaring an area to be reserve forest, protected forest or a wildlife forest. അപ്പം ആദ്യമായിട്ട് വന്നൊരു ലോ ആണ് 1927. അന്ന് വരെ ഉണ്ടായിരുന്ന ലോസ് എല്ലാം കൺസോളിഡേറ്റ് ചെയ്തിട്ട് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ ഒരു നിയമമാണ്. പ്രീ ഇൻഡിപെൻഡന്റ് ലോ ആണ്. നമുക്ക് ആ ഇയർ നോക്കിയാൽ തന്നെ അറിയാം. ഇതിലാണ് ആദ്യമായിട്ട് റിസർവ് ഫോറസ്റ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നത് എങ്ങനെയാണ്, പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നത് എങ്ങനെയാണ്, അതൊരു വില്ലേജ് ഫോറസ്റ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നത് എങ്ങനെയാണ്, അതിന്റെ ക്രൈറ്റീരിയാസ്, അതിന്റെ മാനദണ്ഡങ്ങൾ കറക്റ്റായി ഡിഫൈൻ ചെയ്യുന്നത്. ഇറ്റ് ഡിഫൈൻസ് വാട്ട് ഈസ് എ ഫോറസ്റ്റ് ഒഫൻസ് ആൻഡ് വാട്ട് ആർ ദ ആക്ട്സ് പ്രൊഹിബിറ്റഡ് ഇൻസൈഡ് ദ റിസർവ് ഫോറസ്റ്റ് ആൻഡ് പെനാൽറ്റീസ് ലേബിൾ ഇൻ വയലേഷൻ ഓഫ് ദ പ്രൊവിഷൻസ് ഓഫ് ദ ആക്ട്. എന്താണ് ഫോറസ്റ്റ് ഒഫൻസ്? അതായത് കാട്ടുകള്ളന്മാർ എന്ന് പറയില്ലേ, കാട്ടിലെ ഒരു ഒഫൻസ്, ഫോറസ്റ്റ് ഒഫൻസ് എന്താണ്, ആ ആക്ട് എന്തൊക്കെ കാര്യങ്ങളാണ് റിസർവ് ഫോറസ്റ്റിനടുത്ത് പ്രൊഹിബിറ്റ് ചെയ്യുന്നത്, അത് റിസർവ് ഫോറസ്റ്റിനടുത്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള ശിക്ഷകൾ അഥവാ പെനാൽറ്റീസ് എന്തൊക്കെയാണ്, ഇതൊക്കെ ഈ ആക്ടിൽ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഇത് പ്രകാരം പവർ ഡിസ്ട്രിബ്യൂഷൻ ആർക്കാണ് കൊടുത്തിരിക്കുന്നത് നോക്കാം. ഇറ്റ് ഈസ് എ പവർ ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ് ടു ഇഷ്യൂ നോട്ടിഫിക്കേഷൻ അണ്ടർ ആക്ട് ഡിക്ലെയറിംഗ് ദ ലാൻഡ് വിത്ത് ഡീറ്റെയിൽസ് ഓഫ് ഇറ്റ്സ് ലൊക്കേഷൻ, ഏരിയ ആൻഡ് ബൗണ്ടറി ഡെസിഷൻ ഇൻ റിസർവ് ഫോറസ്റ്റ്. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റാണ് റിസർവ് ഫോറസ്റ്റ് ഡിക്ലെയർ ചെയ്യാനുള്ള അതോറിറ്റി, അഥവാ റിസർവ് വനങ്ങൾ ഡിക്ലെയർ ചെയ്യുന്ന സ്റ്റേറ്റ് ഫോറസ്റ്റ് ആണ്. ഇനി അതിന്റെ ഒരു എവല്യൂഷൻ പറയുകയാണെങ്കിൽ ഫോറസ്റ്റ് ആക്ട് എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ പല പല നിയമങ്ങളും കോഡുകളും എല്ലാം സംയോജിപ്പിച്ച് ഒരു ഫോറസ്റ്റ് ആക്ട് ആയിട്ട് ഉണ്ടാക്കിയതാണ്. ഓക്കെ, കൊളോണിയൽ ഏരിയയിൽ ധാരാളം നിയമങ്ങൾ ഉണ്ടായിരുന്നു. ഓക്കെ, in the colonial era, British diverted abundant forest wealth in the nation to meet their economic needs by depriving the rights of forest dwellers. ഫോറസ്റ്റിൽ ബേസിക്കലി ഉണ്ടായിരുന്ന ഫോറസ്റ്റ് ഡ്വല്ലേഴ്സിന്റെ റൈറ്റ്സ് ഒക്കെ ഡിപ്രൈവ് ചെയ്ത് ധാരാളം ട്രൈബൽസിനൊക്കെ ധാരാളം എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടാണ് നമ്മളെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് കാശുണ്ടാക്കി കൊണ്ടുപോയിട്ടുള്ളത്. അങ്ങനെ ഫോറസ്റ്റിലെ ട്രൈബൽസിനൊക്കെ, ഫോറസ്റ്റ് ഡ്വല്ലേഴ്സിനെ ധാരാളം ഡിപ്രൈവ് ചെയ്തിട്ട് ധാരാളം ഉപദ്രവിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ഫോറസ്റ്റിലെ വെൽത്തും ധാരാളമായിട്ട് ബ്രിട്ടീഷുകാർ കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെയാണ് അവർക്ക് ഇഷ്ടംപോലെ വെൽത്ത് ഉണ്ടായിട്ടുള്ളത്, ഇഷ്ടംപോലെ മണി ഉണ്ടായിട്ടുള്ളത്. സോ അങ്ങനെ ഒരു ഹിസ്റ്ററിയാണ് ഇതിലുണ്ടാകുന്നത്. സോ ദെയർഫോർ പ്രൊസീജിയർ ഫോർ സെറ്റിൽമെന്റ് റൈറ്റ്സ് വാസ് പ്രൊവൈഡഡ് അണ്ടർ ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് 1927. സോ ദേ കുഡ് ഈസിലി എക്സ്പ്ലോയിറ്റ് ദ ഇന്ത്യൻ ഫോറസ്റ്റ്. സോ അവരെന്താ ഒരു നിയമം അങ്ങോട്ട് ഉണ്ടാക്കി, എന്നിട്ട് പറഞ്ഞു ഈ നിയമത്തിലുണ്ടല്ലോ നിങ്ങൾക്ക് ഇന്നൊന്ന റൈറ്റ്സ് ഒക്കെ ഉണ്ട്, ആ പരിപാടി ചെയ്ത് നിങ്ങൾ ആ
അപ്പോൾ ഞങ്ങൾ തന്നിരിക്കുന്ന അവകാശങ്ങൾ കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പാട് നോക്കി പോയിക്കൊള്ളണം. ഞങ്ങളുടെ ചൂഷണം തുടർന്നുകൊണ്ടിരിക്കും എന്ന് ബ്രിട്ടീഷുകാർ പറഞ്ഞു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ആക്ടുകളൊക്കെ ഉണ്ടായിരിക്കുന്നത്. ഇപ്പൊ കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് എന്ന് പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ 3 ഫോറസ്റ്റുകൾ, റിസർവ് ഫോറസ്റ്റ്, പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ്, വില്ലേജ് ഫോറസ്റ്റ്. ഈ പറഞ്ഞ ഫോറസ്റ്റുകളൊക്കെ എന്തൊക്കെയാണെന്ന് ഒരു കൺസെപ്റ്റുകളാണ് ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അടുത്തത് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് ആണ് 1980. 1988 അമെൻഡ് ചെയ്തിട്ടുണ്ട്. FCA അഥവാ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട്. ഇതിലെന്താണ് പറയുന്നത്? ഇതിന്റെ ബേസിക് ഒബ്ജക്റ്റീവ് അഥവാ ഫീച്ചർ എന്ന് പറയുന്നത് ഇറ്റ് വാസ് എനാക്റ്റഡ് ടു കൺസോളിഡേറ്റ് ദ ലോ റിലേറ്റഡ് ടു ഫോറസ്റ്റ്, ദ ട്രാൻസിറ്റ് ഓഫ് ഫോറസ്റ്റ് പ്രൊഡ്യൂസേഴ്സ് ആൻഡ് ഡ്യൂട്ടി ലിവബിൾ ഓൺ ടിമ്പർ ആൻഡ് അതർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ്. ഫോറസ്റ്റ് പ്രൊഡ്യൂസിനെ പറ്റി തന്നെയാണ് പറയുന്നത്. ടിമ്പർ പോലെയുള്ള കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത്. ദ ആക്ട് ഡീൽസ് വിത്ത് ദ 4 കാറ്റഗറീസ് ഓഫ് ഫോറസ്റ്റ്, നെയിംലി റിസർവ് ഫോറസ്റ്റ്, വില്ലേജ് ഫോറസ്റ്റ്, പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ് ആൻഡ് പ്രൈവറ്റ് ഫോറസ്റ്റ്. 1927 ആക്ടിന്റെ ഫോറസ്റ്റ് ആക്ടിന്റെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ അഥവാ ഒരു അപ്ഗ്രേഡഡ് വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം ഫോറസ്റ്റ് ആക്ട് 1980 എന്ന് പറയുന്നത്. അതിൽ വില്ലേജ് ഫോറസ്റ്റിനെ പറ്റി പറയുന്നത്, പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ്, റിസർവ് ഫോറസ്റ്റ്, പ്രൈവറ്റ് ഫോറസ്റ്റ് അതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ഇതിന്റെ പവർ ഡിസ്ട്രിബ്യൂഷൻ പറയുന്നുണ്ട്. നേരത്തെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് 1927 പ്രകാരം ഉള്ളത്. പക്ഷേ ഇവിടെ ഫോറസ്റ്റ് ആക്ട് 1980 പ്രകാരം സെൻട്രൽ ഗവൺമെന്റ് ഈസ് റിക്വയർഡ് ഫോർ ഡൈവേഷൻ ഓഫ് ഫോറസ്റ്റ് ലാൻഡ് നോൺ ഫോറസ്റ്റ് പർപ്പസ് അണ്ടർ ദ പ്രൊവിഷൻസ് ഓഫ് ആക്ട് പ്രയർ അപ്രൂവൽ ഓഫ് ദ സെൻട്രൽ ഗവൺമെന്റ് ഈസ് റിക്വയർഡ്. സെൻട്രൽ ഗവൺമെന്റ് റിക്വയർ വേണം എന്ത് ചെയ്യണം, അതൊരു നോൺ ഫോറസ്റ്റ് പർപ്പസിന് വേണ്ടിയിട്ട് ഒരു ഫോറസ്റ്റ് ലാൻഡ് യൂസ് ചെയ്യുന്ന സമയത്ത്. മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ആണ് ഇതിന് കാര്യമായ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അവരാണ് ഡിസിഷൻ മേക്കിംഗ് ബോഡി എന്ന് പറയുന്നത്. ഇതിന്റെ എവല്യൂഷൻ പറയുകയാണെങ്കിൽ ആക്ട് കൺസർവേഷൻ ഓറിയന്റഡ് ഡസ് നോട്ട് റെക്കഗ്നൈസ് ദ റൈറ്റ്സ് ഓഫ് ഫോറസ്റ്റ് ഡ്വെല്ലേഴ്സ്. അപ്പോൾ നേരത്തെ പറഞ്ഞ 1927 ആക്ടിൽ ഫോറസ്റ്റ് ഡ്വെല്ലേഴ്സിന്റെ റൈറ്റ്സ് പറഞ്ഞിരുന്നെങ്കിലും ഈ ഫോറസ്റ്റ് ആക്ട് 1980 ഫോറസ്റ്റ് ഡ്വെല്ലേഴ്സിന്റെ റൈറ്റ്സ് പറയുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ അതിനു വേണ്ടി വേറൊരു ആക്ട് പിന്നീട് പാസ്സാക്കുന്നത്. അതിനി വരുന്നുണ്ട്. ഇതിലുള്ള കൺസെപ്റ്റുകൾ നേരത്തെ പറഞ്ഞ കൺസെപ്റ്റുകൾ തന്നെയാണ്. നോക്കാം. റിസർവ് ഫോറസ്റ്റ്, എ സ്റ്റേറ്റ് മേ ഡിക്ലെയർ എ ഫോറസ്റ്റ് ലാൻഡ് ആൻഡ് വേസ്റ്റ് ലാൻഡ് ആർ റിസർവ്ഡ് ഫോറസ്റ്റ് ആൻഡ് മേ സെൽ ദ പ്രൊഡ്യൂസ് ഫ്രം ദസ് ഫോറസ്റ്റ്. Any unauthorized felling of trees, quarrying, grazing and hunting in reserve forest is punishable with fine or imprisonment or both. റിസർവ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ആണ് ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പം എന്തെങ്കിലും അൺഓതറൈസ്ഡ് ആയ കാര്യങ്ങൾ റിസർവ് ഫോറസ്റ്റിനടുത്ത് ചെയ്യുകയാണെങ്കിൽ ഫൈനോ ജയിൽവാസമോ, ഒരു പിഴ ഉണ്ടാകാം, ജയിൽവാസം ഉണ്ടാകും, അങ്ങനെ എന്തും അതെങ്കിൽ രണ്ടും ഫൈനും ഇംപ്രിസണും ബോത്തും രണ്ടും ഒരുമിച്ച് അനുഭവിക്കുന്ന ആയിട്ട് ഒരു ശിക്ഷ അവർക്ക് ലഭിക്കുന്നതാണ്. അടുത്തത് വില്ലേജ് ഫോറസ്റ്റ്. വില്ലേജ് ഫോറസ്റ്റ് എന്ന് വെച്ചാൽ റിസർവ് ഫോറസ്റ്റ് അസൈൻ ടു വില്ലേജ് കമ്മ്യൂണിറ്റി ആർ കോൾഡ് വില്ലേജ് ഫോറസ്റ്റ്. ഒരു റിസർവ് ഫോറസ്റ്റ് നമ്മളൊരു വില്ലേജ് കമ്മ്യൂണിറ്റിക്ക് നമ്മൾ അക്വയർ ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഒരു ആന്ധ്രാപ്രദേശിലെ ഗോണ്ട് വർഗ്ഗം എന്ന് വിചാരിക്കുക. ഗോണ്ട് വർഗ്ഗത്തിന് വേണ്ടിയിട്ട് നമ്മൾ റിസർവ് ഫോറസ്റ്റ് അക്വയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ ഫോറസ്റ്റ് പറയുന്ന ആ ഗോണ്ട് വർഗ്ഗത്തിന്റെ വില്ലേജ് ഫോറസ്റ്റ് ആയിട്ട് മാറി. അവരുടെ ഗ്രാമവനം എന്ന് പറയുന്ന പോലെ അവരുടെ വില്ലേജ് ഫോറസ്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അത് പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ് ആണ്. പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ആർ empowered to designate protected forest and may prohibit the felling of trees, quarrying and removal of forest products from these trees. The preservation of protected forest is enforced through rules, license and criminal prosecutions. പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ് തീരുമാനിക്കുന്നത്. അവിടെ ഫെല്ലിംഗ് ഓഫ് ട്രീസ്, കോറിംഗ്, റിമൂവൽ ഓഫ് ഫോറസ്റ്റ് പ്രൊഡ്യൂസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രൊഹിബിറ്റഡ് ആണ്. ഓക്കെ. ഈ പ്രിസർവേഷൻ എന്ന് പറയുന്നത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസിലൂടെയും റെഗുലേഷൻസിലൂടെയാണ്, അതുപോലെ ക്രിമിനൽ പ്രോസിക്യൂഷൻസിലൂടെയാണ് നമ്മളെ സ്റ്റേറ്റ് എൻഫോഴ്സ് ചെയ്യുന്നത്. ഓക്കെ. ക്രിമിനൽ പ്രോസിക്യൂഷൻ ഉണ്ട്, കുറച്ചുകൂടെ സ്ട്രോങ് ആണ് പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റിൽ എന്ത് ചെയ്തു കഴിഞ്ഞാൽ. ഇനി ആക്ടിന്റെ അപ്ലിക്കേഷൻ എന്ന് പറയുകയാണ് ടു ലോ ഡിഫോറസ്റ്റേഷൻ കോസ്റ്റ് ബൈ കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് ലാൻഡ് കൺവേർഷൻ ഓഫ് ഫോറസ്റ്റ് ലാൻഡ് ഇൻ ടു നോൺ ഫോറസ്റ്റ് പർപ്പസസ്. ഫോറസ്റ്റ് ലാൻഡ് നോൺ ഫോറസ്റ്റ് പർപ്പസിന് വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിന് തടയാൻ വേണ്ടിയിട്ടാണ് ഈ ആക്ട് ഉണ്ടായിട്ടുള്ളത്. ഫോറസ്റ്റ് ആക്ട് 1980 എന്ന് പറയുന്നത്, അതാ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980. ഇനി അടുത്തത് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആൻഡ് അതർ ട്രഡീഷണൽ ഫോറസ്റ്റ് ഡ്വെല്ലേഴ്സ് റെക്കഗ്നേഷൻ ഓഫ് ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് 2006. നേരത്തെ പറഞ്ഞ പോലെ ഡ്വെല്ലേഴ്സിന്റെ റൈറ്റ് അംഗീകരിക്കുന്നില്ല എന്ന കാരണം കൊണ്ടാണ് നമ്മൾ പിന്നെ ഈ ആക്ട് പാസ്സാക്കേണ്ടി വന്നത്. 2006 ആക്ട് ആണ് ദ ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആൻഡ് അതർ ട്രഡീഷണൽ ഫോറസ്റ്റ് ഡ്വെല്ലേഴ്സ് ഓർ ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട്. ഇതും ഷോർട്ടായിട്ട് ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് 2006 എന്നാണ് അറിയപ്പെടുന്നത്. ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്? ദ ആക്ട് റെക്കഗ്നൈസ് ആൻഡ് വെസ്റ്റ് ദ ഫോറസ്റ്റ് റൈറ്റ്സ് ആൻഡ് ഓക്യുപ്പേഷൻ ഇൻ ഫോറസ്റ്റ് ലാൻഡ് ഇൻ ഫോറസ്റ്റ് ഡ്വെല്ലിംഗ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആൻഡ് അതർ ട്രഡീഷണൽ ഫോറസ്റ്റ് ഡ്വെല്ലേഴ്സ്. അപ്പോൾ ഫോറസ്റ്റ് ഡ്വെല്ലേഴ്സിന്റെയും അതേ ട്രഡീഷണൽ ഫോറസ്റ്റ് ഡ്വെല്ലേഴ്സിന്റെയും റൈറ്റുകൾ ഈ ആക്ടിലാണ് റെക്കഗ്നൈസ് ചെയ്യുന്നത്. ആക്ട് ഓൾസോ എസ്റ്റാബ്ലിഷ് ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് അതോറിറ്റി ഫോർ സസ്റ്റൈനബിൾ യൂസ്, കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് ഇക്കോളജിക്കൽ ബാലൻസ് ഫോർ ദ FDSD ആൻഡ് OTFD എന്നാണ് ഇവിടെ നേരത്തെ പറഞ്ഞു നോക്കുക. ഫോറസ്റ്റ് ഡ്വെല്ലിംഗ് ഷെഡ്യൂൾ ട്രൈബ്സ് FDSD ആൻഡ് അതർ ട്രഡീഷണൽ ഫോറസ്റ്റ് ഡ്വെല്ലേഴ്സ്, അതാണ് OTFD. ഓക്കെ.
will strengthen the conservation regime of the forest while ensuring livelihood and food security of FDST and OTFD. Forest dwelling scheduled tribes-ന്റെ അതിൽ other traditional forest dwellers-ന്റെയും rights, food security, livelihood തുടങ്ങിയ കാര്യം കൺസർവ് ചെയ്യുക. Which seek to rectify colonial injustice of FDSD and OTFD who are integral to very survival and sustainability of the forest ecosystem. ഫോറസ്റ്റ് റൈറ്റ് ആക്ട് പ്രകാരം അവർ കൂടുതലായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെട്ടു 1927 ആക്ട് പ്രകാരം. സോ ഹിസ്റ്ററിയിൽ അവർക്കെതിരെ നടന്ന എല്ലാവിധ അനീതികൾക്കും എക്സ്പ്ലോയിറ്റേഷനും എതിരെയായിട്ട് അവർക്കൊരു സേഫ് ആയിട്ടുള്ള ഒരു റൈറ്റ്സ് കൊടുക്കുകയാണ് ഈ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അവർ നമ്മുടെ ട്രൈബൽസ് ആണ് കൂടുതലും നമ്മളുടെ കാടിനെ അതേപോലെ സംരക്ഷിച്ചു വരുന്നത്. ആ കാര്യങ്ങളൊക്കെ ഇവിടെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. ഇനി പവർ ഡിസ്ട്രിബ്യൂഷന്റെ കാര്യം പറയുകയാണ്. ദ ഗ്രാം സഭ ഈസ് ദ അതോറിറ്റി ടു ഇനീഷ്യേറ്റ് ദ പ്രോസസ് ഫോർ ഡിറ്റർമിനിങ് ദ നേച്ചർ ആൻഡ് എക്സ്റ്റെന്റ് ഓഫ് ഇൻഡിവിജ്വൽ ഫോറസ്റ്റ് റൈറ്റ് ഓർ കമ്മ്യൂണിറ്റി ഫോറസ്റ്റ് റൈറ്റ്. ഇൻഡിവിജ്വൽ ഫോറസ്റ്റ് റൈറ്റ് കമ്മ്യൂണിറ്റി ഫോറസ്റ്റ് റൈറ്റും ഡിറ്റർമിൻ ചെയ്യുന്നത് ഗ്രാമസഭയാണ്. മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ് ആണ് ഇതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. നേരത്തെ ഉള്ള ഒരു ആക്ടിൽ ഉണ്ടായിരുന്ന മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ആണ്. ഇനി പല ആക്ടുകളിൽ വരുമ്പോൾ അതിലൊക്കെ ഉള്ളത് MOEFCC ആണ്, മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. പക്ഷേ ഈ ഒരു ആക്ടിന്റെ മിനിസ്ട്രി എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ് ആണ്, മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ്. ഇനി എ ഷിഫ്റ്റ് ഫ്രം അതിന്റെ എവല്യൂഷൻ എന്ന് പറയുന്നത്, ഇതിന്റെ ഒരു പരിണാമം എന്ന് പറയുന്നത് എ ഷിഫ്റ്റ് ഫ്രം അബ്സല്യൂട്ട് പ്രൊട്ടക്ഷൻ ഓഫ് ഫോറസ്റ്റ് ഇൻ ടു എ പീപ്പിൾ സെൻട്രിക് കൺസർവേഷൻ അപ്രോച്ച് ബൈ റെക്കഗ്നൈസിംഗ് ട്രഡീഷണൽ റൈറ്റ്സ് ടു ഫോറസ്റ്റ് ഡ്വല്ലേഴ്സ്. ഫോറസ്റ്റ് ഡ്വല്ലേഴ്സിന്റെ റൈറ്റ്സ് കൂടെ കൺസർവ് ചെയ്ത് ഒരു കൺസർവേഷൻ അപ്രോച്ച്, ഫോറസ്റ്റ് കൺസർവേഷൻ അപ്രോച്ചിലേക്ക് മാറുന്നതാണ്. എക്സെപ്ഷൻസ്: ദ മിനിസ്ട്രി ഹാസ് അക്സെപ്റ്റഡ് ലീനിയർ പ്രോജക്ട്സ് സച്ച് ആസ് റോഡ്സ്, railway lines, transmission lines passing through the area from taking permission of gram sabhas. gram sabhasiനാണ് ഇങ്ങനെ ലൈൻസും റെയിൽവേ ലൈൻസും ഒക്കെ ഈ ഏരിയയിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ അതിന് പെർമിറ്റ് കൊടുക്കാനുള്ള അവകാശം. ഇനി ദ ആക്ട് ഐഡന്റിഫൈ 4 ടൈപ്സ് ഓഫ് റൈറ്റ്, 4 ടൈപ്സ് ഓഫ് റൈറ്റ്സ് ആക്ട് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. ഇതിൽ ഫസ്റ്റ് ആണ് ടൈറ്റിൽ റൈറ്റ്സ്. ഇറ്റ് ഗിവ്സ് FDSD and OTFD the right to ownership to land farmed by tribal or forest dwellers subject to maximum of 4 hectares. Ownership is only for land that is actually being cultivated by the concerned family and no new land will be granted. ഓൾറെഡി അവിടെ ഒരു കൺസർവ് ചെയ്യുന്ന ഒരു ഫാമിലി ഉണ്ടെങ്കിൽ, കൾട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഫാമിലി ഉണ്ടെങ്കിൽ അവർക്ക് 4 ഹെക്ടേഴ്സ് മിനിമം, മാക്സിമം 4 ഹെക്ടേഴ്സ് ഇത് ലാൻഡ് കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ടൈറ്റിൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഇനി യൂസ് റൈറ്റ്സ് ഉണ്ട്. യൂസ് റൈറ്റ്സിൽ എന്താ പറയുന്നത്? റൈറ്റ്സ് ഓഫ് ദ ഡ്വല്ലേഴ്സ് സെക്ഷൻ ടു എക്സ്ട്രാക്ട് മൈനർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ്, ഗ്രേസിംഗ് ഏരിയാസ് ടു പാസ്റ്ററലൈസ് റൂട്ട്സ് എക്സെട്ര. ഇപ്പം ചെറിയ മൈനർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ്, വാക്സ് പോലുള്ള മൈനർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് ഉണ്ടാവും, ഗ്രേസിംഗ് ഉണ്ടാവും, പാസ്റ്ററലൈസ് അതായത് പാസ്റ്ററലൈസ് റൂട്ട്സ് ഉണ്ടാവും, അതായത് ആട്ടിടയന്മാർ അവരുടെ കാലി, അതുപോലെ എന്താണ് ഈ കാലികളെ മേൽക്കുന്നവർ അവരുടെ കന്നുകാലികളെ കൊണ്ടുപോകുന്ന ആ റൂട്ട്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ കൊടുക്കുന്ന യൂസ് റൈറ്റ്സ് ഉണ്ട്. ഇനി റിലീഫ് ആൻഡ് ഡെവലപ്മെന്റ് റൈറ്റ്സ് ഉണ്ട്. ടു റിഹാബിലിറ്റേഷൻ ഇൻ കേസ് ഓഫ് ഇല്ലീഗൽ എവിക്ഷൻ ഓഫ് forced displacement on basic communities schedule subject to restriction for the forest protection. For relief and development rights ഉണ്ട്, rehabilitation, അതേപോലെ ഇല്ലീഗൽ എവിക്ഷൻ ഓഫ് ഫോറസ്റ്റ് ഡിസ്പ്ലേസ്മെന്റ് അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അവരെ റിലീഫ്, അതുപോലെ ഡെവലപ്മെന്റ്, അവരെ റിഹാബിലിറ്റേഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൈറ്റ്സ് ഉണ്ട്. അടുത്തത് ഫോറസ്റ്റ് മാനേജ്മെന്റ് റൈറ്റ്സ് ആണ്. ഇതിൽ ഉൾക്കൊള്ളിക്കുന്നത് റൈറ്റ് ടു പ്രൊട്ടക്ട്, റീജനറേറ്റ് ഓർ കൺസർവ് ഓർ മാനേജ് എനി കമ്മ്യൂണിറ്റി ഫോറസ്റ്റ് റിസോഴ്സ് which they have been traditionally protecting, conserving and sustaining. ട്രഡീഷണലി അവർ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്ന അല്ലെ സസ്റ്റെയിൻ ചെയ്ത് വരുന്ന ചില പ്രത്യേക ഫോറസ്റ്റ് ഏരിയ, ഫോറസ്റ്റ് ഇക്കോസിസ്റ്റം ഒക്കെ ഉണ്ടാവും. ഓക്കെ, അവരുടെ ആ റൈറ്റ്, ആ പ്രൊട്ടക്ട് ചെയ്യാനുള്ള റൈറ്റ് എന്താ, അതൊരു നിയമത്തിന്റെ അണ്ടറിൽ ഇപ്പൊ പെടുത്തിയിരിക്കുകയാണ്. റൈറ്റ് ടു പ്രൊട്ടക്ട്, റീജനറേറ്റ്, കൺസർവ് ഓർ മാനേജ് എനി കമ്മ്യൂണിറ്റി ഫോറസ്റ്റ്. ഒരു കമ്മ്യൂണിറ്റി ഫോറസ്റ്റ് റീജനറേറ്റ് ചെയ്യാനോ പ്രൊട്ടക്ട് ചെയ്യാനോ കൺസർവ് ചെയ്യാനോ മാനേജ് ചെയ്യാനുള്ള അവകാശമാണ് ഫോറസ്റ്റ് മാനേജ്മെന്റ് റൈറ്റ്സിന് അണ്ടറിലുള്ളത്. ഇനി ആക്ട് പറയുന്നുണ്ട്, ആക്ട് ഡിഫൈൻസ് മൈനർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ്, MFP എന്ന് പറയുന്നത് ആസ് നോൺ ടിമ്പർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് ഓഫ് പ്ലാന്റ് ഒറിജിൻ ആൻഡ് ഇൻക്ലൂഡ്സ് ബാംബു. ബാംബു ഒരു മൈനർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് ആണ്. നോൺ ടിമ്പർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് ഒക്കെ മൈനർ ഫോറസ്റ്റ് പ്രൊഡ്യൂസിൽ വരുന്നുണ്ട്. അതേസമയത്ത് ബാംബു അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ബ്രഷ് വുഡ് ഉണ്ട്, സ്റ്റെംസ്, കെയിൻസ്, ടസർ, കൊക്കൂൺ, ഹണി, വാക്സസ്, ലാക്ക്, ടെൻഡു, ലീവ്സ്, മെഡിസിനൽ പ്ലാന്റ്സ്, ഹെർബ്സ്, റൂട്ട്സ്, ട്യൂബർ ആൻഡ് ലൈക്ക്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മളെ മൈനർ ഫോറസ്റ്റ് പ്രൊഡ്യൂസിൽ വരുന്നത്. ഇനി ആക്ടിന്റെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, ആക്ട് ഈസ് ക്രൂഷ്യൽ ടു ദ റൈറ്റ്സ് ഓഫ് മില്യൺസ് ഓഫ് ട്രൈബൽസ് ആൻഡ് അതർ ഫോറസ്റ്റ് ഡ്വല്ലേഴ്സ് ഇൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് അവർ കൺട്രി. ധാരാളം ട്രൈബൽസിനും ഫോറസ്റ്റ് ഡ്വല്ലേഴ്സിനും വളരെ ഇമ്പോർട്ടന്റ് ആക്ട് ആണ്. ആസ് ഇറ്റ് പ്രൊവൈഡ്സ് ഫോർ ദ റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ ഡിപ്രൈവ്ഡ് ഫോറസ്റ്റ് റൈറ്റ്സ് അക്രോസ് ദ ഇന്ത്യ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ആക്ടുകളിലൊന്നും ഫോറസ്റ്റ് റൈറ്റ്സിനെ പറ്റി അവർ സംസാരിക്കുന്നില്ല, ഡ്വല്ലേഴ്സിന്റെ റൈറ്റ്സിനെ പറ്റി പറയുന്നില്ല. അതിന്റെ അപ്ലിക്കേഷൻ ഈ ആക്ട് പ്രകാരമാണ് വരുന്നത്. ഓക്കെ.
അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആക്ട്, നമ്മൾ ഡെയിലി 2 തവണ കേൾക്കുന്ന ആക്ട്, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972, WPA 1972. ഓക്കെ, ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്? ഒബ്വിയസ് ആണ്, പല ഒബ്ജക്റ്റീവുകളുണ്ട്. എന്നാലും ബേസിക് ആയിട്ട് കൺസോളിഡേറ്റ് ഉള്ള ഒബ്ജക്റ്റീവ് effectively protect the wildlife of this country and to control poaching, smuggling and illegal trade in wildlife and derivatives. Okay, effectively protect the wildlife of the country. നമ്മളുടെ വനം വന്യജീവി സമ്പത്ത് പ്രൊട്ടക്ട് ചെയ്യുക, അതേപോലെ സ്മഗ്ലിംഗ്, കള്ളക്കടത്ത്, പോച്ചിങ്, ഹണ്ടിങ് തുടങ്ങിയ ഇല്ലീഗൽ ട്രേഡ് തുടങ്ങിയ കാര്യങ്ങളെ തടയുക. To provide protection to the listed endangered flora and fauna and ecologically important protected areas. Ecologically important ആയ protected areasനെ കൺസർവ് ചെയ്യുക. എൻഡേഞ്ചേർഡ് ആയ വംശനാശ ഭീഷണി നേരിടുന്ന ഫ്ലോറ ആൻഡ് ഫോണ, അതിപ്പം സസ്യങ്ങളായിക്കോട്ടെ ജന്തുക്കളായിക്കോട്ടെ, അവരെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുക. ഓക്കെ, ഇതിൽ നിന്നുണ്ടാക്കിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്, കുറെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നോക്കാം. ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ നാഷണൽ ബോർഡ് ഓഫ് വൈൽഡ് ലൈഫ്, നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫ്. ഓക്കെ, പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ദ ബോർഡ് ടു പ്രൊമോട്ട് ദ കൺസർവേഷൻ ഡെവലപ്മെന്റ് വൈൽഡ് ലൈഫ് ആൻഡ് ഫോറസ്റ്റ്. വൈൽഡ് ലൈഫിന്റെ ഫോറസ്റ്റിന്റെ കൺസർവേഷൻ പ്രൊമോട്ട് ചെയ്യുക, അതാണ് എൻ്റെ എയിം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ചെയർഡ് ബൈ പ്രൈം മിനിസ്റ്റർ. പ്രൈം മിനിസ്റ്റർ ആണ് ചെയർ ചെയ്തിരിക്കുന്നത്. It has the power to review all wildlife related matters and approve projects in and around national parks and sanctuaries. വൈൽഡ് റിലേറ്റഡ് ആയ എല്ലാ കാര്യങ്ങളും റീചെക്ക് ചെയ്യാനും റിവ്യൂ ചെയ്യാനുള്ള പവർ അതിനുണ്ട്. ആൻഡ് അപ്രൂവ് പ്രൊജക്ട്സ് തുടങ്ങിയ കാര്യങ്ങൾ, നാഷണൽ പാർക്കിന്റെ സാങ്ച്വറീസിന് ചുറ്റുമുള്ള പ്രൊജക്ട്സിന്റെ അപ്രൂവ് ചെയ്യാനുള്ള കഴിവ് നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫിനാണ്. നോ ആൾട്ടർനേഷൻ ഓഫ് ബൗണ്ടറീസ് ഇൻ നാഷണൽ പാർക്സ് ആൻഡ് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ക്യാൻ ബി ഡൺ വിത്തൗട്ട് ദ അപ്രൂവൽ ഓഫ് NBWL. നാഷണൽ ബോർഡ് ഓഫ് വൈൽഡ് ലൈഫിന്റെ അനുമതിയില്ലാതെ നാഷണൽ പാർക്കിന്റെ ബൗണ്ടറിയോ വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ബൗണ്ടറീസോ ആൾട്ടർ ചെയ്യാൻ പാടില്ല, അഥവാ മാറ്റാൻ പാടില്ല. അടുത്തത് NTCA, നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി. നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി പ്രൊജക്ട് ടൈഗറിന്റെ ഭാഗമായിട്ട് നമ്മൾ ആഡ് ചെയ്തതാണ്. ഓക്കെ, നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി is a statutory body for strengthening tiger conservation as per the powers and functions assigned to the Act. എൻവയോൺമെന്റൽ മിനിസ്റ്റർ is a chairman of NTCA. അപ്പൊ എൻവയോൺമെന്റൽ മിനിസ്റ്റർ ആണ് എന്ത്? NTCയുടെ ചെയർമാൻ. വൈൽഡ് ലൈഫ് അടുത്ത ക്രൈം കൺട്രോൾ ബോർഡ്, അടുത്ത WCCB. വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബോർഡ് എന്താ പറയുന്നത്? ബ്യൂറോ വുഡ് കോംപ്ലിമെന്റ് ദ എഫേർട്സ് ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് പ്രൈമറി എൻഫോഴ്സ്മെന്റ് ഓഫ് ദ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 ആൻഡ് അതർ എൻഫോഴ്സ്മെന്റ് ഏജൻസീസ് ഓഫ് ദ കൺട്രി. 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആയിട്ട് അത് അതർ എൻഫോഴ്സ്മെന്റ് ഏജൻസീസിനെ എന്ത് ചെയ്യാണ്? എൻഫോഴ്സ് ചെയ്യും. പ്രൈമറി എൻഫോഴ്സേഴ്സിനെ കോംപ്ലിമെന്റ് ചെയ്യാണ്, അവരെ സപ്പോർട്ട് ചെയ്യാനാണ് വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോ ഉള്ളത്. ഇനി 5 ടൈപ്സ് ഓഫ് പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ഉണ്ട് ഈ ആക്ട് പ്രകാരം. അതാണ് സാങ്ച്വറീസ്, നാഷണൽ പാർക്സ്, കൺസർവേഷൻ റിസർവ്സ്, കമ്മ്യൂണിറ്റി റിസർവ്, ടൈഗർ റിസർവ്. സാങ്ച്വറീസ്, നാഷണൽ പാർക്ക്, കൺസർവേഷൻ റിസർവ്സ്, കമ്മ്യൂണിറ്റി റിസർവ്സ്, ടൈഗർ റിസർവ്. ഓക്കെ, ഇനി ഇതിന്റെ പവർ ഡിസ്ട്രിബ്യൂഷൻ എക്സ്റ്റൻസ് ഹോൾ ടു ഇന്ത്യ. പണ്ട് ജമ്മു ആൻഡ് കാശ്മീർ അടക്കം എക്സ്റ്റൻഡ് ആയിരുന്നു, അതായത് ഹോൾ ടു ഇന്ത്യ തന്നെയാണ് ഇപ്പോഴും. ഇനി മിനിസ്ട്രി ഇൻവോൾവ് എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ദ എൻവയോൺമെന്റ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്, MOFCC ആണ്. ഇത് കോൺസ്റ്റിറ്റ്യൂഷനിലെ 2 ആർട്ടിക്കിൾസ് നോക്കാം ഇതിന് പവർ കിട്ടാൻ. അതൊന്ന് ആർട്ടിക്കിൾ 48A ആണ്. It says that the state shall endeavor to protect and improve the environment and to safeguard the forest and wildlife of the country. ഓക്കെ, 48 എന്ന് പറയുന്നത് നമ്മുടെ ഫോറസ്റ്റ്, വൈൽഡ് ലൈഫ് തുടങ്ങിയ കാര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ള ഒരു ആർട്ടിക്കിളാണ്. അത് 42 കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് 1976 പ്രകാരം ആഡ് ചെയ്തതാണ്. അതുപോലെ 51AG, അതായത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ഇമ്പോസ് ഫണ്ടമെന്റൽ ഡ്യൂട്ടി ഓൺ ദ എവറി സിറ്റിസൺ of India to protect and improve the environment, have compassion for living creatures. ഓക്കെ, അങ്ങനെ സംഭവമുണ്ട്. അങ്ങനെ ഡ്യൂട്ടി ഉണ്ട്. അടുത്ത എക്സെപ്ഷൻസ്. എക്സെപ്ഷൻ എന്ന് പറയുന്നത് പ്രൊവൈഡ്സ് ദ പ്രൊവിഷൻ ഓഫ് യൂസ് ഓഫ് ആനിമൽ ട്രാപ്സ് എക്സെപ്റ്റ് അണ്ടർ സർട്ടൻ സർക്കംസ്റ്റൻസസ്. അപ്പോൾ കെണികൾ നമ്മൾ വെക്കാൻ പാടില്ല, അത് WPA പ്രകാരം കുറ്റകരമാണ്. ഇറ്റ് പ്രൊവൈഡ്സ് ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ഹണ്ടിങ് റൈറ്റ്സ് ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഇൻ ആൻഡമാൻ നിക്കോബാർ. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഏരിയസിൽ ട്രൈബ്സിന്റെ ഡ്വെല്ലിംഗ് ഹണ്ടിങ് റൈറ്റ്സ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നോർമലി ഹണ്ടിങ് പ്രിവെന്റ് ചെയ്യുന്ന ഒരു ആക്ട് ആണെങ്കിലും ആൻഡമാൻ നിക്കോബറിൽ അവരുടെ ഹണ്ടിങ് റൈറ്റ്സ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഹാസ് 6 ഷെഡ്യൂൾസ് വിച്ച് ഗീവ് വേരിയൻ ഡിഗ്രീസ് ഓഫ് പ്രൊട്ടക്ഷൻ. സ്പീഷീസ് ലിസ്റ്റഡ് ഇൻ ഷെഡ്യൂൾ 1 and part 2 of schedule 2 get absolute protection offenses under these prescribed the highest penalties except tiger, black book, Himalayan brown bear, Indian gazelle, etc. Species listed on schedule 3 and schedule 4 also protected, then penalties much lower, hyena, Himalayan rat, porcupine, etc. അപ്പം 1, 2, 3, 4, 5, 6 എന്ന് പറയുന്ന 6 ഷെഡ്യൂളുകളുണ്ട്. അപ്പോൾ ഷെഡ്യൂൾ 1ഉം ഷെഡ്യൂൾ 2ന്റെ ഫസ്റ്റ് പാർട്ടും ഷെഡ്യൂൾ 2ന്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്ന അബ്സല്യൂട്ട് പ്രൊട്ടക്ഷൻ, ഏറ്റവും പ്രൊട്ടക്ഷൻ കൊടുക്കാവുന്ന ഏറ്റവും പ്രൊട്ടക്ഷൻ കിട്ടുന്ന ഓർഗാനിസംസ്, അതാ സ്പീഷീസുകളാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതിലാണ് നമ്മൾ ടൈഗർ, ബ്ലാക്ക് ബക്ക് ഒക്കെ വരുന്നത്. പക്ഷേ ഷെഡ്യൂൾ 3ഉം ഷെഡ്യൂൾ 4ഉം പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതാണ്, എന്നാൽ അത്രയും പ്രൊട്ടക്ഷൻ ഇല്ല. അത് പെനാൽറ്റീസും ശിക്ഷകളൊക്കെ വളരെ കുറവാണ്.
അതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഓക്കെ. ഷെഡ്യൂൾ 5 എന്ന് പറയുന്നത് ഇൻക്ലൂഡ്സ് ദ അനിമൽസ് വിച്ച് മേ ബി ഹണ്ടഡ്. വെർമെയിൻസ് എന്ന് പറയും ഷെഡ്യൂൾ 5. നമുക്ക് മൈസ്, റാറ്റ്, ഫ്രൂട്ട് ബാറ്റ്സ്, മങ്കി, റീസസ് മങ്കി അതിനൊക്കെ ഹണ്ട് ചെയ്യാൻ പറ്റും. ചില ആക്ടുകൾ നമുക്ക് കൊല്ലാൻ പറ്റും. അങ്ങനെയുള്ള ആക്ടുകളാണ് ഷെഡ്യൂൾ 5 വെച്ചിരിക്കുന്നത്. ഈ ഷെഡ്യൂൾ 6 പറയുന്നത് പ്രോഹിബിറ്റഡ് ഫ്രം കൾട്ടിവേഷൻ ആൻഡ് പ്ലാന്റിംഗ്. ചില സെർട്ടൈൻ സ്പീഷീസുകളുണ്ട് നമ്മളുടെ രാജ്യത്തിന് ഭീഷണിയായിട്ട് വരുന്ന ചില എക്സോട്ടിക് പ്ലാന്റ്സ് ഉണ്ടാവും, അതേപോലെ ഇൻവേസീവ് പ്ലാന്റ്സ് ഉണ്ടാവും. അങ്ങനെ ചില പ്ലാന്റ്സ് ഉണ്ട്. അങ്ങനത്തെ അതേപോലെ കഞ്ചാവ് ഉണ്ട്, കഞ്ചാവ് പോലെ ഉള്ള ചെടികൾ. ഇങ്ങനത്തെ ചെടികൾ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യാൻ പാടില്ല. അത്തരം ചെടികളെയാണ് നമ്മൾ ഷെഡ്യൂൾ 6 ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ വെർമൈൻസ് എന്നൊരു കൺസെപ്റ്റ് നേരത്തെ പറഞ്ഞു. വെർമൈൻസ് ആർ വൈൽഡ് ആനിമൽസ് ദാറ്റ് ആർ ബിലീവ് ടു ബി ഹാർംഫുൾ. വെൻ ആൻ ആനിമൽ is classified as vermin by the central government, the protection over the animal under the Wildlife Protection Act is removed. When a species is declared vermin, it can be pulled and hunted without restriction. Any species can be declared as vermin except for those species under Schedule 1 and Schedule 2. Schedule Part 2 of the Schedule 2 of the Wildlife Protection Act. അപ്പോൾ അബ്സല്യൂട്ട് പ്രൊട്ടക്ഷൻ കിട്ടുന്ന ഷെഡ്യൂൾ 1ലെയും പാർട്ട് 2 ഓഫ് ഷെഡ്യൂൾ 2ലെയും ഓർഗാനിസംസ് ഒഴികെ ബാക്കി ആരെ വേണമെങ്കിൽ വെർമെയിൻസ് ആയിട്ട് പ്രഖ്യാപിക്കാൻ പറ്റുന്നതാണ്. വെർമെയിൻസ് ആയിട്ട് പ്രഖ്യാപിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ യാതൊരു റെസ്ട്രിക്ഷനും ഇല്ലാതെ ഹണ്ട് ചെയ്യാൻ പറ്റും. അതിന്റെ പ്രൊട്ടക്ഷൻസ് ഒക്കെ നമ്മൾ എടുത്തു കളയുന്നതാണ്. നേരത്തെ പറഞ്ഞ ഷെഡ്യൂൾ 5ലുള്ള ചില മൈസ്, റാറ്റ് എന്നൊക്കെ പറയുന്ന കാക്കയുണ്ട്, ക്രോ ഉണ്ട്, ഫ്രൂട്ട് ബാറ്റ്സ് ഉണ്ട്, അതൊക്കെ വെർമെയിൻസ് ആണ്. ഓക്കെ. അടുത്തത് കാംബ ആക്ട്, കോമ്പൻസേറ്ററി അഫോറസ്റ്റേഷൻ ഫണ്ട്, KF ആക്ട്. കാംബ ആക്ട് എന്നൊക്കെ പറയുന്നത് 2016. ഓക്കെ. അതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ആക്ട് വാസ് എനാക്ടഡ് ടു മാനേജ് ദ ഫണ്ട്സ് കളക്ടഡ് ഫോർ കോമ്പൻസേറ്ററി അഫോറസ്റ്റേഷൻ. കോമ്പൻസേറ്ററി അഫോറസ്റ്റേഷന് വേണ്ടി ഫണ്ട്സ് കളക്ട് ചെയ്യുന്നതാണ് അതിന്റെ ആക്ടിന്റെ പ്രധാനപ്പെട്ട ഘടകം. അങ്ങനെ കോമ്പൻസേറ്ററി അഫോറസ്റ്റേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ ഈ ആക്ട് ഉണ്ടാകുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് പെർമനന്റ് കോമ്പൻസേറ്ററി അഫോറസ്റ്റേഷൻ ആൻഡ് ഫണ്ട് മാനേജ്മെന്റ് ആൻഡ് പ്ലാനിംഗ് അതോറിറ്റി, ക്യാമ്പ ഉണ്ടാക്കി. ഇറ്റ് ക്രിയേറ്റ്സ് കോമ്പൻസേറ്ററി അഫോറസ്റ്റേഷൻ ഫണ്ട്, CAF എന്നൊരു ഫണ്ട് നമ്മൾ ഉണ്ടാക്കി ബൈ ദ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ഫോറസ്റ്റ്, MOFCCയുടെ അണ്ടറിൽ കോമ്പൻസേറ്ററി അഫോറസ്റ്റേഷൻ ഫണ്ട് CAF ഉണ്ടാക്കി. നാഷണൽ കോമ്പൻസേറ്ററി അഫോറസ്റ്റേഷൻ ഫണ്ട് ആൻഡ് സ്റ്റേറ്റ് കോമ്പൻസേറ്ററി അഫോറസ്റ്റേഷൻ ഫണ്ട് അണ്ടർ ഈച്ച് സ്റ്റേറ്റ്. നാഷണൽ എന്ന് പറയുന്നത് എന്താണ്, അതേപോലെ നാഷണൽ എന്ന് പറയുന്നത് നാഷണൽ ലെവലിലുള്ള സ്റ്റേറ്റ് കോമ്പൻസേറ്ററി അഫോറസ്റ്റേഷൻ ഫണ്ടും ഓരോ സ്റ്റേറ്റ് അണ്ടറിൽ ഉണ്ടാക്കി. The national fund will under the central government and manage national compensatory afforestation fund management planning authority. നാഷണൽ ക്യാമ്പയിനെ നാഷണൽ ഫണ്ട് മോണിറ്റർ ചെയ്യും, അതേപോലെ സ്റ്റേറ്റ് ക്യാമ്പയിനെ സ്റ്റേറ്റ് ഗവൺമെന്റ് മോണിറ്റർ ചെയ്യും. ഓക്കെ. അങ്ങനെ രണ്ട് സ്ഥലത്ത് രണ്ട് ഫണ്ട് ഉണ്ടാക്കി ഈ ആക്ട് പ്രകാരം. ഓക്കെ. ഇനി അടുത്തത് ഇതിന്റെ പവർ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആസ് പെർ ആക്ട് 90% ഓഫ് ദ CAF മണി, കോമ്പൻസേറ്ററി അഫോറസ്റ്റേഷൻ മണി, ഈസ് ടു ബി ഗിവൺ ടു ദ സ്റ്റേറ്റ്സ് വൈൽ 10% റിട്ടൈൻ ബൈ സെൻട്രൽ. 90% സ്റ്റേറ്റിന് കൊടുക്കും, 10% CAF മണി സെൻട്രൽ റീറ്റെയിൻ ചെയ്യും. ഇതിൽ ഇൻവോൾവ് ചെയ്യുന്ന മിനിസ്ട്രിയാണ് മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. ഒബ്വിയസ് ആണ്, പല വില ആക്ടുകളും ഈ മിനിസ്ട്രി തന്നെയാണ്. അതേപോലെ ഫോറസ്റ്റ് ഡെവലപ്പേഴ്സ് ആക്ട് 2006 ഫോറസ്റ്റ് റൈറ്റ് ആക്ടിൽ മാത്രമാണ് ട്രൈബൽസ് വരുന്നത്. അടുത്തത് കൺസെപ്റ്റ് എന്ന് പറയുന്നത് കോമ്പൻസേറ്ററി അഫോറസ്റ്റേഷൻ എന്നൊരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. മീൻസ് ദാറ്റ് എവറി ടൈം ഫോറസ്റ്റ് ലാൻഡ് ഈസ് ഡൈവേർട്ടഡ് ഫോർ നോൺ ഫോറസ്റ്റ് പർപ്പസ് such that mining or industry, user agency pays a planting forest over an equal area of non-forest land for which such land is not available, twice of the area degraded forest land. ഓക്കെ. ഇതിൽ എന്താണ് പറയുന്നത്, ഒരു വർക്കിന് വേണ്ടിയിട്ട്, ഒരു ഇൻഡസ്ട്രിയൽ വർക്കിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഡെവലപ്മെന്റൽ വർക്കിന് വേണ്ടി ഒരു ലാൻഡ്, ഒരു ഫോറസ്റ്റ് ലാൻഡ് കൺവേർട്ട് ചെയ്തിട്ട് ഡിഗ്രേഡ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അതിന് പകരം മറ്റൊരു സ്ഥലത്ത് ഫോറസ്റ്റ് പ്ലാന്റ് ചെയ്യുക, അതുപോലെ ട്രീസ് പ്ലാന്റ് ചെയ്ത് ഫോറസ്റ്റ് ആക്കി മാറ്റുക. അതാണ് കോമ്പൻസേറ്ററി അഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഇതിന്റെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഫണ്ട് ക്യാൻ ബി യൂസ്ഡ് ഫോർ ട്രീറ്റ്മെന്റ് ഓഫ് കാച്ച്മെന്റ് ഏരിയ, സസ്റ്റൈൻഡ് നാച്ചുറൽ ജനറേഷൻ, ഫോറസ്റ്റ് മാനേജ്മെന്റ്, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആൻഡ് മാനേജ്മെന്റ്, റീലൊക്കേഷൻ ഓഫ് വില്ലേജസ് ഫ്രം പ്രൊട്ടക്ടഡ് ഏരിയാസ്, മാനേജിംഗ് ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്ട്, ട്രെയിനിങ് ആൻഡ് അവയർനെസ്, ജനറേഷൻ സപ്ലൈ ഓഫ് ഫുഡ് സേവിംഗ് ഡിവൈസ് ആൻഡ് എയ്ഡ് ആക്ടിവിറ്റീസ്. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ട് ചെയ്യുന്ന എല്ലാ കാര്യത്തിനും ഇതേപോലെ CAF ഫണ്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. അതാണ് ഇതിന്റെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ആക്ട് നോക്കാം. ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് 2002. ബയോഡൈവേഴ്സിറ്റി ആക്ട് 2002 എന്ന് പറയാം. ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കൺസർവേഷൻ ഓഫ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആണ്, അല്ലെ സസ്റ്റൈനബിൾ യൂസ് ഓഫ് ഈ കമ്പോണൻസ് ആണ്. ഫെയർ ആൻഡ് ഇക്വിറ്റബിൾ ഷെയറിംഗ് ഓഫ് ബെനിഫിറ്റ്സ് അറൈസിംഗ് ഔട്ട് ഓഫ് ദ യൂട്ടിലൈസേഷൻ ഓഫ് ജനറ്റിക് റിസോഴ്സസ്. അപ്പോൾ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റിയുടെ കൺസർവേഷൻ ഉണ്ട്, അതിന്റെ പ്രിസർവേഷൻ കൺസർവേഷൻ ഒരു ഒബ്ജക്റ്റീവ് ആണ്. അതുപോലെ സസ്റ്റൈനബിൾ ആയിട്ട് അതിന്റെ യൂസ് ചെയ്യുക, വരും തലമുറക്ക് പറ്റുന്ന രീതിയിൽ ഇക്വിറ്റബിൾ ആയിട്ട് സസ്റ്റൈനബിൾ ആയിട്ട് യൂസ് ചെയ്യുക. ഫെയർ ആൻഡ് ഇക്വിറ്റബിൾ ഷെയറിംഗ് ഓഫ് ബെനിഫിറ്റ് അറൈസിംഗ് ഔട്ട് യൂട്ടിലൈസേഷൻ ഓഫ് ജനറ്റിക് റിസോഴ്സസ് യൂട്ടിലൈസേഷനുള്ള കാര്യങ്ങൾ, അതിനുള്ള നോളജ്, അതിന്റെ ബെനിഫിറ്റ്സ് എല്ലാം ഫെയറും ഇക്വിറ്റബിളും ആയിട്ട് ഷെയർ ചെയ്യുക. ഇതൊക്കെയാണ് അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റിയാണ് ഇതിന്റെ അണ്ടറിൽ ക്രിയേറ്റ് ചെയ്ത ഒരു പ്രധാനപ്പെട്ട
ഏജൻസി അഥവാ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് NBA ഫോക്കസ് ഓൺ ദ അഡ്വൈസിംഗ് ദ സെൻട്രൽ ഗവൺമെന്റ് ഓൺ മാറ്റേഴ്സ് റിലേറ്റഡ് ടു ദ കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി, സസ്റ്റൈനബിൾ യൂസ് ഓഫ് ഇറ്റ്സ് കമ്പോണന്റ് ആൻഡ് ഇക്വൽ ഷെയർ ഓഫ് ബെനിഫിറ്റ്സ് അറൈസിംഗ് ഔട്ട് ഓഫ് ദി യൂട്ടിലൈസേഷൻ ഓഫ് ബയോളജിക്കൽ റിസോഴ്സസ്. നേരത്തെ പറഞ്ഞ ഒബ്ജക്റ്റീവുകളിൽ പറയുന്ന കാര്യങ്ങളിൽ സെൻട്രൽ ഗവൺമെന്റിനെ റെക്കമെൻഡ് ചെയ്യാനുള്ളതാണ് നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റിയുടെ ചുമതല എന്ന് പറയുന്നത്. ഓക്കെ, NBA with headquartered in Chennai, Tamil Nadu, since established and supported the creation SBB small state. അപ്പം NBA നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റി ഹെഡ്ക്വാർട്ടർ ചെന്നൈയിലാണ് ഹെഡ്ക്വാർട്ടർ ചെയ്തിരിക്കുന്നത്. അതുപോലെ സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡ്സ് ഓരോ സ്ഥലത്തും എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിനെ ഹെഡ് ചെയ്യുന്ന NBA ആണ്. സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡ്സ് എന്താണ് ചെയ്യുന്നത്? സെയിം കാര്യം, സെയിം നേരത്തെ പറഞ്ഞിരിക്കുന്ന അതിന്റെ ഒബ്ജക്റ്റീവ്സ് ഒക്കെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റ്സിനെ അഡ്വൈസ് ചെയ്യുക, അവർക്ക് റെക്കമെൻഡേഷൻസ് കൊടുക്കുക എന്നതാണ് സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡ്സിന്റെ പ്രത്യേകത. ഇനി നാഷണൽ ബയോഡൈവേഴ്സിറ്റി ഫണ്ട്സ് ഉണ്ട്. നാഷണൽ ബയോഡൈവേഴ്സിറ്റി ഫണ്ട്സ്, whatever money National Biodiversity Authority receives as fees, fines, etc., and whatever money it gets as grants, etc., is kept in the National Biodiversity Fund. The money from this fund is used to benefit the claimers and promotion of the conservation of socio-economic development source areas. അതായത് ഫൈൻ ആയിട്ട് കിട്ടിയത്, ഗ്രാൻഡ് ആയിട്ട് കിട്ടിയത്, അതുപോലെ പെനാൽറ്റീസ്, അങ്ങനെ എന്ത് ഫീസ് ആയിട്ട് കിട്ടിയത് എല്ലാം നാഷണൽ ബയോഡൈവേഴ്സിറ്റി ഫണ്ട്സിന്റെ അണ്ടറിലാണ് വരുന്നത്. അതെന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? പ്രൊമോഷൻ ഓഫ് കൺസർവേഷൻ ഓഫ് സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ് സോഴ്സ് ഏരിയാസിൽ പ്രൊമോഷൻ ആൻഡ് കൺസർവേഷൻ കൊടുക്കുക, സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ് അങ്ങനത്തെ കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഫണ്ട് യൂസ് ചെയ്യുന്നത്. അടുത്തത് സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ഫണ്ട് എന്ന് പറയും. സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ഫണ്ട്, ദിസ് ഫണ്ട് has to be created at state level to credit any grants and loans to meet state government board and National Biodiversity Authority and money from other sources. The money is used by management and conservation of heritage sites. നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ. എന്താണ് നാഷണൽ ബയോഡൈവേഴ്സിറ്റി ഫണ്ട് കൊണ്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച് അതേ കാര്യങ്ങൾ ഇവിടെ സ്റ്റേറ്റ് ലെവൽ ചെയ്യുന്നതാണ് സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ഫണ്ട് എന്ന് പറയുന്നത്. ഇനി ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റി ഉണ്ട്. ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റി created for promoting conservation, sustainable use and documentation of biological diversity by local bodies across the country. The main function of the BMC to prepare People's Biodiversity Register. Okay, People's Biodiversity Register prepare ചെയ്യാന്നുള്ളതാണ് ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത്. ഇൻ കൺസൾട്ടേഷൻ വിത്ത് ലോക്കൽ പീപ്പിൾ, ദ രജിസ്റ്റർ ഷാൽ കണ്ടെയ്ൻ കോംപ്രിഹെൻസീവ് ഇൻഫർമേഷൻ ഓൺ അവൈലബിലിറ്റി ആൻഡ് നോളജ് ഓൺ ലോക്കൽ റിസോഴ്സസ്, ദെയർ മെഡിസിനൽ ഓർ എനി യൂസ് ഓർ എനി അതർ. ഇപ്പൊ പീപ്പിൾസ് ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ എന്ന് പറയുന്നത് അതിൽ എന്തൊക്കെ ഉണ്ടാവും? അവൈലബിലിറ്റി ആൻഡ് നോളജ് ഓഫ് ലോക്കൽ ബയോളജിക്കൽ റിസോഴ്സിന്റെ അവൈലബിലിറ്റി ഉണ്ട്, അവരുടെ മെഡിസിനൽ വാല്യൂസ് ഉണ്ടാവും, അതേപോലത്തെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടാവും. ഇനി അടുത്ത പവർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് എക്സ്റ്റെൻഡ്സ് ടു ഹോൾ ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ഫുൾ ഈ ആക്ട് നിലവിലുണ്ട്. ഇഫ് എ ഡിസ്പ്യൂട്ട് അറൈസസ് ബിറ്റ്വീൻ നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റി ആൻഡ് സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി അതോറിറ്റി, ദ സെറ്റ് അതോറിറ്റി ഓർ the said authority or board as it may be preferred to appeal the central government within such a time as may be prescribed. സെൻട്രൽ ഗവൺമെന്റ് ആണ് ഈ അപ്പീലിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനമാക്കുന്നത്. നെക്സ്റ്റ് ഇൻവോൾവ്മെന്റ് MUFCC, അതായത് മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. എവല്യൂഷൻ ആൻഡ് കമ്പാരിസൺ വിത്ത് അതർ ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ട് പ്രൊവൈഡ്സ് ദ ലീഗൽ ഫ്രെയിംവർക്ക് ടു റിയലൈസ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് UN കൺവെൻഷൻ ഓഫ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി. ഇപ്പോൾ 1992 സമ്മിറ്റിന്റെ ഭാഗമായി റിയോ സമ്മിറ്റിന്റെ ഭാഗമായിട്ട് നമ്മൾ കൺവെൻഷൻസ് ഉണ്ടായിട്ട് അതിലൊന്നാണ് UN കൺവെൻഷൻ ഓഫ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി, UNCBD എന്ന് പറയുന്നത്. അതിന്റെ ലീഗൽ ഫ്രെയിംവർക്കാണ്, അതിന്റെ ഒരു കൺസെപ്റ്റിന്റെ ലീഗൽ ഫ്രെയിംവർക്കാണ് ഈ പറഞ്ഞ ബയോളജിക്കൽ ആക്ട് അഥവാ ബയോഡൈവേഴ്സിറ്റി ആക്ട് എന്ന് പറയുന്നത്. ഇനി കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റ്സ് എന്ന് പറയുന്നത്. ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഷുഡ് ഇൻക്ലൂഡ് ബോത്ത് വൈൽഡ് ഡൊമസ്റ്റിക്കേറ്റ് ബയോഡൈവേഴ്സിറ്റി ആൻഡ് ഹ്യൂമൻ കൾച്ചർ റിലേഷൻ വിത്ത് സച്ച് ബയോഡൈവേഴ്സിറ്റി. നമ്മളുടെ സാംസ്കാരികപരമായ ഒരു റിലേഷൻ, സാംസ്കാരികപരമായ ഒരു ബന്ധം, അതിൽ വൈൽഡ് ലൈഫും വരുന്നുണ്ട്, ഡൊമസ്റ്റിക്കേറ്റ് ബയോഡൈവേഴ്സിറ്റി വരുന്നുണ്ട്. വൈൽഡ് ആയ അതിൽ ഡൊമസ്റ്റിക്കേറ്റഡ് ആയ നമ്മൾ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത് വളർത്തുന്ന ബയോഡൈവേഴ്സിറ്റിയും രണ്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റ്സ് എന്ന് പറയുന്നത്. ഇനി വാട്ടർ ആക്ട് ആണ്. വാട്ടർ ആക്ട് വളരെ ഇമ്പോർട്ടന്റ് ആക്ട് ആണ് പൊല്യൂഷനെ സംബന്ധിച്ചിടത്തോളം. നമുക്ക് ആദ്യമായിട്ട് വന്ന ഒരു പൊല്യൂഷൻ റിലേറ്റഡ് ആക്ട് ആണ് വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1974, സിംപ്ലി നോൺ ആസ് വാട്ടർ ആക്ട്. 1988 ഒരു അമെന്റ്മെന്റ് ഉണ്ട്. അതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്? ടു പ്രിവെന്റ് ആൻഡ് കൺട്രോൾ വാട്ടർ പൊല്യൂഷൻ. വളരെ ഒബ്വിയസ് ആയ ഒരു ഇതാണ്, ഒബ്ജക്റ്റീവ് ആണ്, നമുക്കറിയാം, പേര് കേൾക്കും തന്നെ. ടു അസസ് പൊല്യൂഷൻ ലെവൽസ് ആൻഡ് പണിഷ് പൊല്യൂട്ടേഴ്സ്, ടു മെയിൻറ്റെയിൻ ആൻഡ് റീസ്റ്റോർ സോഴ്സസ് ഓഫ് വാട്ടർ. The 1988 amendment modifies section 49, allows citizens to bring actions under Water Act. Now the state board must make relevant reports available to complaining citizen unless the board determines that disclosure would be public interest. അപ്പോൾ പബ്ലിക് ഇൻട്രസ്റ്റിൽ ചില കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ആക്ട്, ഒരു റൈറ്റ് 1988 അമെന്റ്മെന്റിൽ സെക്ഷൻ 49 മോഡിഫൈ ചെയ്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അണ്ടറിൽ ഉണ്ടാക്കിയ ഇൻസ്റ്റിറ്റ്യൂഷനാണ് വളരെ ഫേമസ് ആയ CPCB, സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എന്ന് പറയുന്നത്. വാട്ടർ ആക്ടിന്റെ അണ്ടറിൽ ഉണ്ടാക്കിയതാണ്.
ഓക്കെ, അത് 1974 ആക്ട് പ്രകാരമാണ്. അതേപോലെ തന്നെ 1974 ആക്ട് നിന്നും 1981 എയർ ആക്ട് നിന്നും അത് പവർ ഡ്രോ ചെയ്യുന്നുണ്ട്. അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. CPCയുടെ പ്രൊമോട്ട് ക്ലീൻനെസ് ഓഫ് ദ സ്ട്രീംസ് ആസ് വെൽ ആസ് ഡിഫറെന്റ് ഏരിയാസ് ഓഫ് ദ സ്റ്റേറ്റ് ബൈ പ്രിവെന്റിംഗ് കൺട്രോൾ ആൻഡ് അബേറ്റ്മെന്റ് ഓഫ് വാട്ടർ പൊല്യൂഷൻ ആൻഡ് ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് എയർ ആൻഡ് പ്രിവെന്റ് കൺട്രോൾ ഓഫ് ദ എയർ പൊല്യൂഷൻ ഇൻ ദ കൺട്രി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വാട്ടർ പൊല്യൂഷൻ കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക, വാട്ടർ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക, അതുപോലെ എയർ പൊല്യൂഷൻ കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക, എയർ പൊല്യൂഷൻ ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക. അതാണ് CPCBയുടെ ഒബ്ജക്റ്റീവ്. അടുത്തത് പവർ ഡിസ്ട്രിബ്യൂഷൻ എന്താന്ന് പറയുകയാണെങ്കിൽ ദ ആക്ട് വെസ്റ്റ് റെഗുലേറ്ററി അതോറിറ്റി ഓഫ് സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്സ് എസ്റ്റാബ്ലിഷ് ആൻഡ് എൻഫോഴ്സ് എഫ്ലുവൻറ്റ് സ്റ്റാൻഡേർഡ്സ് ഫോർ ഫാക്ടറീസ്. ഫാക്ടറീസിന്റെ സ്റ്റാൻഡേർഡ്സ് ഓരോ സ്റ്റേറ്റിലുള്ളത് അവരുടെ സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്സ് ആണ് ആക്ട് പവേഴ്സ് കൊടുക്കുന്നത്. ഇനി സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എന്താ പറയുന്നത്? സെയിം ഫംഗ്ഷൻസ് ഫോർ യൂണിയൻ ടെറിട്ടറീസ്. യൂട്ടീസിന് വേണ്ടിയിട്ട് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ് സെയിം ഫംഗ്ഷൻ ചെയ്യുന്നത്. അതേപോലെ ബാക്കി ജനറലി ഉള്ള ഒരു ഫോർമുല പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യുന്നതും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ്. ഓക്കെ, ഇനി മിനിസ്ട്രി ഇമ്പോൾ എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ആണ്. ഇതിന്റെ എവല്യൂഷൻ എന്നൊക്കെ പറയുകയാണെങ്കിൽ പ്രയർ ടു ദി അമെൻമെന്റ് 1988 എൻഫോഴ്സ്മെന്റ് ആക്ട് വാസ് അച്ചീവ്ഡ് ത്രൂ ക്രിമിനൽ പ്രോസിക്യൂഷൻ ഇനിഷ്യേറ്റഡ് ബൈ ദി ബോർഡ്സ്. ക്രിമിനൽ പ്രോസിക്യൂഷൻ ആയിരുന്നു 1988 അമെൻമെന്റ് മുമ്പ് വരെ ചെയ്തുകൊണ്ടിരുന്നത്. 1988 അമെൻമെന്റ് ആക്ട് എംപവേർഡ് SPCB ആൻഡ് CPCB ടു ക്ലോസ് ഡിഫോൾട്ടിംഗ് ഇൻഡസ്ട്രിയൽ പ്ലാന്റ്. ഓക്കെ, ഇനി ദ എയർ ആക്ട് 1981 നേരത്തെ പറഞ്ഞ ആക്ടിൽ നമ്മൾ ഇതിൽ ഒരു ചെറിയൊരു മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ 1981 എയർ ആക്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് എയർ ആൻഡ് പ്രിവെന്റ് കൺട്രോൾ ആൻഡ് അബേറ്റ് എയർ പൊല്യൂഷൻ ഇൻ ദ കൺട്രി. ഇപ്പോൾ എയർ പൊല്യൂഷൻ കുറയ്ക്കുക, എയർ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക സിംപ്ലി. ഇതിന്റെ അണ്ടറിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്രിയേറ്റ് ചെയ്തിരുന്നു പറഞ്ഞാൽ എയർ ആക്ട് എക്സ്പാൻഡ് അതോറിറ്റി ഓഫ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ബോർഡ് എസ്റ്റാബ്ലിഷ് ദ വാട്ടർ ആക്ട് ഇൻക്ലൂഡ് എയർ പൊല്യൂഷൻ കൺട്രോൾ. ഈ ആക്ട് നിന്ന് CPCB സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അതുപോലെ SPCB സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അതിന്റെ ഒബ്ജക്റ്റീവ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ ആക്ടിൽ നിന്ന് പവർ ഡ്രോ ചെയ്തുകൊണ്ട് അടുത്തത് പവർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുകയാണ് ഓൾ ഇൻഡസ്ട്രീസ് ഓപ്പറേറ്റിംഗ് വിത്തിൻ ഡെസിഗ്നേറ്റഡ് എയർ പൊല്യൂഷൻ കൺട്രോൾ ഏരിയ മസ്റ്റ് ഒബ്റ്റെയിൻ എ കൺസെന്റ് ഫ്രം സ്റ്റേറ്റ് ബോർഡ്. സ്റ്റേറ്റ് ബോർഡ്സ് നിന്ന് ഒരു കൺസെന്റ് വേണം എല്ലാ ഇൻഡസ്ട്രീസും. എയർ പൊല്യൂഷൻ കൺട്രോൾ ഏരിയാസിൽ ഉള്ള എല്ലാ ഇൻഡസ്ട്രീസും അവരുടെ എമിഷൻ സ്റ്റാൻഡേർഡ്സിന്റെ കാര്യത്തിൽ സ്റ്റേറ്റ് ബോർഡിന്റെ ഒരു പെർമിറ്റ് മേടിച്ചിരിക്കണം. അടുത്തത് ദ സ്റ്റേറ്റ്സ് ആർ റിക്വയർഡ് ടു പ്രിസ്ക്രൈബ് എമിഷൻ സ്റ്റാൻഡേർഡ്സ് ഫോർ ദ ഇൻഡസ്ട്രി ആൻഡ് ഓട്ടോമൊബൈൽസ് ആഫ്റ്റർ കൺസൾട്ടേഷൻ സെൻട്രൽ ബോർഡ് ആൻഡ് നോട്ടിംഗ് ഇറ്റ്സ് ആംബിയൻ എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്. അവരുടെ എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് നോട്ട് ചെയ്യുകയും അതുപോലെ സെൻട്രൽ ബോർഡുമായിട്ട് കൺസൾട്ട് ചെയ്തതിനു ശേഷം അവരുടെ ഈ പറഞ്ഞ എമിഷൻ സ്റ്റാൻഡേർഡ്സ് അതുപോലെ എമിഷൻ സ്റ്റാൻഡേർഡ്സ് പ്രിസ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നത്, അത് ലിമിറ്റ് ചെയ്യുകയും ചെയ്യുന്നത് സ്റ്റേറ്റ് ബോർഡാണ്. MOFCC തന്നെയാണ് മിനിസ്ട്രീസ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. 1977 അമെൻമെന്റിൽ അതിൽ വേറൊരു കാര്യം ചെയ്തു. ആക്ട് എക്സ്റ്റൻഡ് ആക്ട് ദ ഇൻക്ലൂഡ് നോയ്സ് പൊല്യൂഷൻ. നോയ്സ് പൊല്യൂഷൻ കൂടെ അതിനിടയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നോയ്സ് പൊല്യൂഷൻ ഈസ് അണ്ടർ എയർ ആക്ട് ഓഫ് 1981. അത് 1870 അമെൻമെന്റ് ഭാഗമായിട്ട് ആഡ് ചെയ്തതാണ്. ഇനി എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986 വളരെ ഇമ്പോർട്ടന്റ് ആക്ട് ആണ്. എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986 Act is an umbrella for legislation designed to provide a framework for central government coordination with the activities of various central and state authorities established under previous acts such as Water Act and Air Act. വാട്ടർ ആക്ടും എയർ ആക്ടിലും പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് ഒരു അംബ്രല്ല, അത് ഒന്ന് ഒരു കുടക്കീഴിലെല്ലാം കൊണ്ടുവരുന്ന രീതിയിൽ അതിന്റെ ഒബ്ജക്റ്റീവ്സ് എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു ആക്ട് ആണ് EPA എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ 1986 എന്ന് പറയുന്നത്. ഓക്കെ, ദ ആക്ട് എക്സ്പ്ലിസിറ്റ്ലി പ്രൊഹിബിറ്റ് ഡിസ്ചാർജ് ഓഫ് എൻവയോൺമെന്റൽ പൊല്യൂട്ടൻസ് ഇൻ എക്സസ് ഓഫ് പ്രിസ്ക്രൈബ്ഡ് റെഗുലേറ്ററി സ്റ്റാൻഡേർഡ്. ഒരു റെഗുലേറ്ററി സ്റ്റാൻഡേർഡിന് കൂടുതലായിട്ട് നമ്മൾ പൊല്യൂട്ടൻസ് റിലീസ് ചെയ്യുന്നത് തടയുകയാണ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത്. ദർ ഇസ് നോ സ്പെസിഫിക് പ്രൊഹിബിഷൻ അഗൈൻസ്റ്റ് ഹാൻഡ്ലിംഗ് ഹസാർഡസ് സബ്സ്റ്റൻസസ് എക്സെപ്റ്റ് ദോസ് ഇൻ കംപ്ലൈൻസ് വിത്ത് റെഗുലേറ്ററി പ്രൊസീജിയർ സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, ഒരു സ്പെസിഫിക് പ്രൊഹിബിഷൻ ഒന്നും കാര്യമൊന്നുമില്ല ഹസാർഡസ് സബ്സ്റ്റൻസ് എക്സെപ്റ്റ് ദോസ് ഇൻ കംപ്ലൈൻസ് റെഗുലേറ്ററി പ്രൊസീജിയർ സ്റ്റാൻഡേർഡ്സ്. ഹസാർഡസ് സബ്സ്റ്റൻസസിനെതിരെ ഒരു സ്പെസിഫിക് പ്രൊഹിബിഷൻ ഒന്നുമില്ല. അത് റെഗുലേറ്ററി പ്രൊസീജിയർ സ്റ്റാൻഡേർഡ്സിന്റെ ഭാഗമായിട്ട് തന്നെ ലിമിറ്റ് ചെയ്യുകയാണ്. അടുത്തത് പവർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ത്രൂ ദിസ് ആക്ട് സെൻട്രൽ ഗവൺമെന്റ് ഗെറ്റ്സ് ഫുൾ പവർ ഫോർ ദ പർപ്പസ് ഓഫ് പ്രൊട്ടക്ടിങ് ആൻഡ് ഇംപ്രൂവിംഗ് ദ ക്വാളിറ്റി ഓഫ് എൻവയോൺമെന്റ്. അതാണ് പവർ ഡിസ്ട്രിബ്യൂഷൻ. സെൻട്രൽ ഗവൺമെന്റ് ആണ് പവർ ഉള്ളത്. MOFCC മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ആണ് മിനിസ്ട്രി ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ എവല്യൂഷൻ നോക്കുകയാണെങ്കിൽ ഇൻ ദ വെയ്ക്ക് ഓഫ് ഭോപ്പാൽ ട്രാജഡി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എനാക്ടഡ് എൻവയോൺമെന്റ് ആക്ട് ഓഫ് 1986. ഇപ്പോൾ ഭോപ്പാൽ ട്രാജഡി ഉണ്ടായി, മീഥൈൽ ഐസോസയനൈഡ് സൃഷ്ടിച്ച് ധാരാളം പേര് ഭോപ്പാൽ നഗരത്തിൽ മരിച്ചു വീണു. ഓക്കെ, അതിന്റെ ഭാഗമായിട്ടാണ് 1986 ഈ ആക്ട് എനാക്ട് ചെയ്തിരിക്കുന്നത്. ദ പർപ്പസ് ഓഫ് ആക്ട് ഈസ് ടു ഇംപ്ലിമെന്റ് ദ ഡിസിഷൻസ് ഓഫ് യുണൈറ്റഡ് നേഷൻ കോൺഫറൻസ് ഓഫ് എൻവയോൺമെന്റ്. ഇപ്പൊ ഹ്യൂമൻ എൻവയോൺമെന്റിന്റെ കോൺഫറൻസ് 1972 ആ ആക്ടിന്റെ കാര്യങ്ങൾ അതിന്റെ കൺസെപ്റ്റ് ഒരു ആക്ട് എന്ന രൂപത്തിൽ പറയുകയാണ് ഈ ആക്ടിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്.
The act provides that any person, in addition to the authorized government officials, may file a complaint with the court alleging the offence under the act. അത് ഏത് പേഴ്സൺ ആണ് ശരി, ഇന്ന ഓഡിഷൻ ടു ഓതറൈസ്ഡ് ഗവൺമെന്റ് ഓഫീഷ്യൽസ് ആയിരുന്നു, അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കോർട്ടിൽ ഒരു കംപ്ലൈന്റ് ചെയ്യാം ഈ ഒഫൻസ് അണ്ടർ ആക്ട്, ഈ ആക്ടിന്റെ അണ്ടറിൽ കോർട്ടിൽ കംപ്ലൈന്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തത് എൻവയോൺമെന്റ് എന്നൊരു കൺസെപ്റ്റ് പറഞ്ഞു. എൻവയോൺമെന്റൽ പൊല്യൂഷൻ, ഹസാർഡ് സബ്സ്റ്റൻസ്, ഇക്കോ സെൻസിറ്റീവ് സോൺസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൺസെപ്റ്റുകളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആൻഡ് 1986 ഭാഗമായിട്ടാണ്. ഇപ്പൊ എൻവയോൺമെന്റ് എന്താണെന്ന് നോക്കാം. ഈസ് ഡിഫൈൻഡ് ഇൻക്ലൂഡിംഗ് വാട്ടർ, എയർ ആൻഡ് ലാൻഡ് ആൻഡ് the interrelation which exists among water, air and land and human beings and other living creatures, plants, microbes and property. വാട്ടർ, എയർ, ലാൻഡ് എല്ലാം എൻവയോൺമെന്റ് ആണ്. അതുപോലെ ഇന്റർറിലേഷൻ വിച്ച് എക്സിസ്റ്റ് among വാട്ടർ, എയർ ആൻഡ് ലാൻഡ് ആൻഡ് ഹ്യൂമൻ ബീയിങ്സ്, നമ്മളുടെ ഓർഗാനിസംസും എയറും വാട്ടറും ലാൻഡും ഒക്കെ ആയിട്ടുള്ള ഇന്റർ റിലേഷൻഷിപ്പും എൻവയോൺമെന്റിൽ പെടുന്ന കാര്യങ്ങളാണ്. അടുത്ത എൻവയോൺമെന്റൽ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ the presence of a pollutant defined as solid, liquid or gaseous substances present in such concentration as may be or may tend to the injurious to the environment. ഇപ്പൊ എൻവയോൺമെന്റിന് ഇൻജൂറിയസ് ആയ രീതിയിൽ, ഹാനികരമായ രീതിയിൽ ഒരു പൊല്യൂട്ടന്റ്, ഇപ്പൊ സബ്സ്റ്റൻസ് ഏതും ആയിക്കോട്ടെ, ഖരം, ദ്രാവകം, വാതകം, അതായത് ഗ്യാസസ്, ഗ്യാസ്, സോളിഡ്, ലിക്വിഡ് എന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ, അതിന്റെ ഒരു ഇംപ്രൂവ്ഡ് ഒരു പ്രിസ്ക്രൈബ്ഡ് ലെവലിൽ കൂടുതൽ അതിന്റെ ഇത് എന്ന് പറയുന്നത്, അതിന്റെ ഒരു പ്രസൻസ് എന്ന് പറയുന്നതാണ് എൻവയോൺമെന്റൽ പൊല്യൂഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ഹസാർഡ് സബ്സ്റ്റൻസ് ആണ്. ഹസാർഡ് സബ്സ്റ്റൻസ് എന്ന് ഇൻക്ലൂഡ് എനി സബ്സ്റ്റൻസ് ഓർ പ്രിപ്പറേഷൻ which may cause harm to human being, other living creatures, plants and microorganism property of the environment. Hazardous substance എന്ന് പറയുന്നത് any substance or preparation which may cause harm to human beings harm ആവുന്ന എന്തെങ്കിലും ഒരു കാര്യം, അതാണ് hazardous substance എന്ന് പറയുന്നത്. അടുത്ത ഇക്കോ സെൻസിറ്റീവ് സോൺസ് എന്ന് പറഞ്ഞാൽ that are designed as those that are ecologically and economically important but vulnerable even to mild disturbance and hence deemed careful management. അതായത് വളരെ സെൻസിറ്റീവ് ആയ സോൺസ് ആണ്, എക്കണോമിക്കലി ആൻഡ് ഇക്കോളജിക്കലി ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ അത് വളരെ പെട്ടെന്ന് നശിച്ചു പോകുന്ന ഒരു സ്ഥിതിയിൽ വൾണറബിൾ ആയിട്ട് നിൽക്കുന്ന സോൺസ് ആണ് ഇക്കോ സെൻസിറ്റീവ് സോൺസ് എന്ന് പറയുന്നത്. അടുത്തത് NGT ആക്ട്, നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആക്ട് 2010, 2010 ആക്ട്. ഇത് ആക്ച്വലി നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിന്റെ എസ്റ്റാബ്ലിഷ്മെന്റിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു ആക്ട് ആണ്. അതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് നോക്കുക, എനേബിൾ ക്രിയേഷൻ ഓഫ് NGT ടു ഹാൻഡിൽ ദ എക്സ്പെഡിഷൻസ് ഡിസ്പോസൽ ഓഫ് ദ കേസസ് പെൻഡിംഗ് എൻവയോൺമെന്റ് ഇഷ്യൂ. അപ്പൊ എൻവയോൺമെന്റൽ ഇഷ്യൂസിന്റെ കേസസ് തീരുമാനമാക്കുന്ന ട്രിബ്യൂണലാണ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ എന്ന് പറയുന്നത്. ഓക്കെ, NGT is mandated to dispose the cases within 6 months of their respective appeals. ഓക്കെ, 6 മാസത്തിനുള്ളിൽ അവരവരുടെ അപ്പീൽസ് നിന്ന് അതുപോലത്തെ കേസുകൾ പെട്ടെന്ന് തീർപ്പാക്കണം എന്നാണ് പറയുന്നത്. NGTയുടെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ ലെജിസ്ലേഷൻസ് വളരെ നന്നായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുക, അതേപോലെ ആക്ടുകളിൽ നിന്നുണ്ടാവുന്ന ആ ഒഫൻസസ് ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ ട്രീറ്റ് ചെയ്ത് അതിന്റെ ട്രയലൊക്കെ നടത്തി അതിനെ തീർപ്പ് കൽപ്പിക്കുക എന്ന് തന്നെയാണ്. അടുത്തത് അതിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്രിയേറ്റഡ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ, ഞാൻ പറഞ്ഞു NGT ആക്ട് ഇതിനു വേണ്ടി ഉണ്ടാക്കിയതാണ്. ട്രിബ്യൂണൽ ഡെഡിക്കേറ്റഡ് ജൂറിസ്ഡിക്ഷൻ എൻവയോൺമെന്റൽ മാറ്റേഴ്സ് ഷാൽ പ്രൊവൈഡ് സ്പീഡി എൻവയോൺമെന്റൽ ജസ്റ്റിസ്, വളരെ സ്പീഡി ആയ എൻവയോൺമെന്റൽ ജസ്റ്റിസ് കൊടുക്കുന്നുണ്ട്. ട്രിബ്യൂണൽ ഷാൽ നോട്ട് ബി ബൗണ്ട് ടു ദ പ്രൊസീജിയർ ബൗണ്ട് ബൈ കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ 908 ബട്ട് ഷാൽ ബി ഗൈഡഡ് ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ്. ഇത് പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസിലാണ് ഗൈഡ് ചെയ്തിരിക്കുന്നത്. അതേപോലെ കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ, അതായത് സിവിൽ നടപടിക്രമങ്ങൾ ഇതിന് ബാധകമല്ല. ചെയർപേഴ്സൺ ഓഫ് NGT റിട്ടയർഡ് ജഡ്ജ് ഓഫ് സുപ്രീം കോടതിയിലെ ഒരു റിട്ടയർഡ് ജഡ്ജായിരിക്കും NGTയുടെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചിലാണ് ഇവിടെ മിനിസ്ട്രീസ് ഇൻവോൾവ് ചെയ്യുന്നത്. നോക്കാം, ഫോറസ്റ്റ് ഡ്വല്ലേഴ്സ് ആക്ടിൽ മാത്രമാണ്, അഥവാ ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട്സിൽ മാത്രമാണ് മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ് വരുന്നത്. ബാക്കി എല്ലാത്തിലും MOE FCC ആണ്, മിനിസ്ട്രീസ് ആണ് വരുന്നത്. എവല്യൂഷൻ എന്ന് പറയുകയാണെങ്കിൽ ആർട്ടിക്കിൾ 21, അത് റൈറ്റ് ടു ലൈഫിന്റെ അണ്ടറിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. റൈറ്റ് ടു ഫ്രീ എയർ ഉണ്ട്, അതുപോലെ റൈറ്റ് ടു പൊല്യൂഷൻ ഫ്രീ എൻവയോൺമെന്റ് ഉണ്ട്. അങ്ങനെ പല കാര്യങ്ങൾ ആർട്ടിക്കിൾ 21 അണ്ടറിൽ നമ്മൾ കോടതി പറഞ്ഞിട്ടുണ്ട്. ആർട്ടിക്കിൾ 21 നിന്നാണ് ഈ NGT ആക്ട് പവർ എടുക്കുന്നത്. അതുപോലെ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലും അതിന്റെ പവേഴ്സ് എടുക്കുന്നത് ആർട്ടിക്കിൾ 21 എന്നാണ്. ഇതിന്റെ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NGTയുടെ വർക്കിംഗ് ആണ് ഇതിന്റെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. The tribunal has original jurisdiction on matters of substantial question related to environment. എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലും ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ഉണ്ട് നമ്മൾ NGTക്ക്. ഓക്കെ, അതേപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട കമ്മ്യൂണിറ്റീസ്, അതുപോലെ പബ്ലിക് ഹെൽത്ത് ചെയ്യുന്ന ഇഷ്യൂസ്, പബ്ലിക് ഹെൽത്തിന് ഡാമേജ് ചെയ്യുന്ന ഇഷ്യൂസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ഉണ്ട്. ദ ടേം സബ്സ്റ്റൻഷ്യൽ ഈസ് നോട്ട് ക്ലിയർലി ഡിഫൈൻഡ് ഇൻ ദ ആക്ട്. ഓക്കെ, ആ ആക്ടിന്റെ കാര്യമാണ് സബ്സ്റ്റൻഷ്യൽ ക്വസ്റ്റ്യൻ റിലേറ്റിംഗ് ടു എൻവയോൺമെന്റ്. ഈ സബ്സ്റ്റൻഷ്യൽ ക്വസ്റ്റ്യൻ എന്ത് വേണമെങ്കിലും അത് കറക്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടില്ല ആക്ടിന്. അതുകൊണ്ട് ഈ ആക്ടിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് നമ്മുടെ NGTക്ക് എടുക്കാൻ പറ്റുന്ന കേസുകളുടെ വ്യാപ്തി എന്ന് പറയുന്നത് അവർ തന്നെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. അത് ആക്ടിൽ സബ്സ്റ്റൻഷ്യൽ ടേം കറക്റ്റ് ഡിഫൈൻ ചെയ്യാത്തതുകൊണ്ട്. നെക്സ്റ്റ് PCA ആക്ട്, പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് ആക്ട് 1960. അതിൽ പറയുന്നത്
ആനിമൽസിലുള്ള ക്രൂവൽറ്റി കുറയ്ക്കുക. ഓക്കെ. അതിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്രിയേറ്റ് ചെയ്തൊരു പ്രധാനപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അതാണ് ആനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യ, AWBI. ഓക്കെ. ആനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യ സ്കീം റിലേറ്റഡ് ടു പ്രൊവിഷൻസ് ഓഫ് അസിസ്റ്റൻസ് ഓഫ് ഫോളോവിംഗ് ടൈപ്സ് ഓഫ് ആക്ടിവിറ്റി. ഒന്ന് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്, ഹ്യൂമൻ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് കൊടുക്കുന്നുണ്ട്, FW. അല്ലെ എക്സ്പെൻഡിച്ചർ ഓൺ ദ വെറൈറ്റി ഓഫ് ദ ആനിമൽ വെൽഫെയർ ആക്ട് സച്ച് ആസ് റെസ്ക്യൂ കാറ്റിൽ ഫ്രം ഇല്ലീഗൽ സ്മഗ്ലിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ. അതായത് കാറ്റിൽ റെസ്ക്യൂ, അതേപോലെ ബാക്കി ഓർഗാനിസംസിന്റെ റെസ്ക്യൂ, അതേപോലെ അതിന്റെ പ്രിസർവേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എക്സ്പെൻഡിച്ചർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ആനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യ സ്കീമിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ഇനി മിനിസ്ട്രി ഇൻവോൾവ് എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ഫിഷറീസ് ആൻഡ് ആനിമൽ ഹസ്ബൻഡറി ഇത് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. ഡയറിങ്, അതേപോലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറിങ് ഇത് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. ഇനി പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി അഗൈൻസ്റ്റ് ആനിമൽസ് ആക്ട് ഹാസ് റീസെന്റ് മൂവ്ഡ് അണ്ടർ MOFCC ഫ്രം മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ഫ്രം MOFCC. മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചറിലേക്ക് നമ്മൾ റീസെന്റ് അത് മൂവ് ചെയ്തിട്ടുണ്ട് മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചിലേക്ക്. അടുത്തതിന്റെ എക്സെപ്ഷൻ എന്ന് പറയുന്നത് നത്തിങ് കണ്ടെയ്ൻഡ് ഇൻ ആക്ട് ഷാൽ റെൻഡർ ഇറ്റ് ഇൻ ഒഫൻസ് ടു കിൽ എനി അനിമൽ ഇൻ മാനർ റിക്വയർഡ് ബൈ ദ റിലീജിയൻ ഓഫ് എനി കമ്മ്യൂണിറ്റി. അപ്പോൾ റിലീജിയൻ അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ആനിമൽസിനെ കൊള്ളുന്നത് ഈ ആക്ടിന്റെ അണ്ടറിൽ നമ്മൾ വെച്ചിട്ടില്ല. അങ്ങനത്തെ ഒരു കാര്യവും ഈ ആക്ടിന്റെ അണ്ടറിൽ ഇതുവരെ പറഞ്ഞിട്ടില്ല. നത്തിങ് കണ്ടെയ്ൻഡ് ഇൻ ആക്ട് ഷാൽ റെൻഡർ ഇറ്റ് ആൻ ഒഫൻസ് ടു കിൽ എനി അനിമൽ മാനർ ടു റിക്വയർഡ് റിലീജിയൻ ഓഫ് കമ്മ്യൂണിറ്റി. അപ്പോൾ റിലീജിയൻ ഓഫ് കമ്മ്യൂണിറ്റി അവരുടെ റിച്വലിന്റെ ഭാഗമായിട്ട് ഒരു ആനിമലിനെ കൊല്ലുന്നത് ഒരു ഒഫൻസ് ആയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളിൽ പറഞ്ഞിട്ടില്ല. അപ്പൊ ഇത്രയാണ് എൻവയോൺമെന്റൽ ബന്ധപ്പെട്ട ലെജിസ്ലേഷൻസ്. നമ്മൾ വളരെ ഷോർട്ടായിട്ട്, വളരെ ക്രിസ്പായിട്ട്, വളരെ ഫാസ്റ്റ് ആയിട്ട് ഒരു റിവിഷൻ ആണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. അപ്പൊ ഈ ആക്ടുകളെ പറ്റി നിങ്ങൾ കൂടുതലായിട്ട് വായിക്കുക. ഇതിൽ നിന്ന് വന്ന കൺസെപ്റ്റുകളൊക്കെ നിങ്ങൾക്ക് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാനും അതേപോലെ റൈറ്റ് ആൻസറിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരാനും നിങ്ങളെ സഹായിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വീഡിയോസ് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ധാരാളം വീഡിയോസ് ഇനി വരുന്നുണ്ട്. നമ്മളെ ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയും നിങ്ങൾക്ക് വീഡിയോ കാണാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. സോ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും എക്സാമിന് നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. താങ്ക് യു.